എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറമ്പിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെങ്ങിൻ്റെ കടയിൽ ഒരു തേങ്ങ മുളച്ച് കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്ത് നമുക്ക് പൊളിച്ച് അതിൻ്റെ ഉള്ളിലെ പൊങ്ങ് കഴിക്കാം. അപ്പം 4 മണിക്ക് ചായയുടെ കൂടെ ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നാളികേരം എടുത്ത് പൊളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മുളച്ചു വരുന്ന തെങ്ങിൻ തൈക്ക് ആവശ്യമായ പോഷകങ്ങൾ നിർമ്മിച്ചു കൊടുക്കലാണ് ഈ പൊങ്ങിൻ്റെ ധർമ്മം. ഇപ്പം മഴക്കാലം കഴിഞ്ഞ സമയമായതുകൊണ്ട് മിക്കവാറും ചെറുതും വലുതുമായ പറമ്പുകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു തേങ്ങ വീണ് കിടന്ന് മുളച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് കൂട്ടിയിടുന്ന നാളികേരം തന്നെ ചിലപ്പോൾ കുറച്ച് മഴ കൊണ്ട് അതിൽ 1-2 മുളച്ച് നിൽക്കണ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ കണ്ടത്. പറമ്പിൽ നിന്ന് കണ്ടുവരണം ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ നല്ല തെങ്ങാണ്, ഒരുപാട് നാളികേരമുള്ള സാമാന്യ വലുപ്പമുള്ള തേങ്ങയും കിട്ടുന്നൊരു നല്ല തെങ്ങാണ്. ആ തെങ്ങിൻ്റെയാണ് നാളികേരം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ചകിരി പൊളിച്ചു കഴിഞ്ഞു. ചകിരി അതിൻ്റെ മാറ്റി ഇനി വെട്ടി ഉടച്ച് പൊങ്ങ് കാണാം. സാമാന്യ വലുപ്പമുള്ള പൊങ്ങാണ്. നമുക്കൊരു നല്ലൊരു സ്നാക്കായിട്ട് കഴിക്കാനുള്ള വലുപ്പമുണ്ട്, അത് കഴിക്കാം. ഇനി അത് മുറിച്ച് 4 പീസാക്കി, 4, 6, 8 പീസൊക്കെ ആക്കി നമുക്ക് കുറേശ്ശെയായിട്ട് കഴിക്കാവുന്നതാണ്. ന്യൂട്രീഷ്യസ് ആണ്, സ്പോഞ്ചിയാണ്, നല്ല രസമാണ് കഴിക്കാൻ. പക്ഷെ ബേസിക്കലി അതിലുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഷുഗേഴ്സാണ്. അപ്പം നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ 1-2 പൊങ്ങ് കഴിച്ചാൽ പെട്ടെന്ന് എനർജറ്റിക് ആവും. കാരണം ആവശ്യം പോലെ ഗ്ലൂക്കോസ് കിട്ടും. അതിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആവും. ഇഷ്ടം പോലെ ഷുഗറും ഉണ്ട്. അപ്പോൾ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്, നമ്മൾ പറമ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ക്ഷീണം തോന്നുമ്പോൾ ഒരെണ്ണം പൊളിച്ച് ഉണ്ടെങ്കിൽ കഴിച്ച് അതിൻ്റെ കൂടെ ഒരു ചായയോ കുറച്ച് വെള്ളം കുടിച്ചാൽ നമുക്ക് നല്ല എനർജി ആവും, നല്ല സ്ട്രോങ് ആവും, പെട്ടെന്ന് ക്ഷീണമൊക്കെ മാറും. എല്ലാവരും കോക്കനട്ട് ആപ്പിൾ ആസ്വദിക്കുക. നന്ദി, നമസ്കാരം.